അപ്പൊ നാമത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനും നിങ്ങളും അറിയപ്പെടുന്നത് പേരായ ശബ്ദത്തിൽ വ്യക്തിത്വത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നു. ദാണ്ട് ചാക്കോച്ചൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആ പേരായ ശബ്ദത്തിൽ ഒരാളെ തിരിച്ചറിയുന്നത് പോലെ ലോകത്തിൽ ദൈവം എന്ന ആശയത്തിന് ഒത്തിരി ചിന്തകളുണ്ട്. എല്ലാ ആശയങ്ങളും ദൈവത്തെ കുറിച്ച് പറയും ദൈവം എന്നാണ്. എന്ന് വെച്ചാൽ അദൃശ്യനായ അത്ഭുത ശക്തി പ്രഭാവത്തെ മനുഷ്യൻ ദൈവം എന്ന് പറയുന്നു. തനിക്ക് കൂടാത്ത ഭയം നിമിത്തം ഉണ്ടാകുമ്പോ, ഭയം നിമിത്തമുള്ള ആരാധനയ്ക്ക് വേണ്ടി മനുഷ്യനോടുമ്പോ അവന്റെ അകത്ത് അങ്കുരിക്കുന്ന ഒരു ചിന്താശകലമാണ് ദൈവം. അങ്ങനെ വരുമ്പോഴാണ് ഒത്തിരി നാമങ്ങളുള്ളത്. ആ നാമത്തെ കുറിച്ച് നമുക്ക് ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വിട്ടേച്ചങ്ങ് പോയേക്കാം. ഒത്തിരി നാമങ്ങൾ ലോകത്തിലുണ്ട്. ഭൂമിക്ക് ആകാശത്തിന്റെ കീഴിൽ ഒരുപാട് നാമങ്ങൾ. അപ്പൊ ഈ നാമങ്ങളെല്ലാം ദൈവങ്ങളാണോ എന്ന ചോദ്യം വരും. രക്ഷയ്ക്കുള്ളതാണോ എന്ന് ചോദ്യം വരും. ചോദ്യത്തിലേക്ക് വരാം. അപ്പോ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ്, ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ ഫറവോന്മാർ ദൈവങ്ങളായിരുന്നു, മനുഷ്യ ദൈവങ്ങളായിരുന്നു. ആ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കണം, 16 അടി മാറി നിന്നിട്ട് ആ ദൈവത്തിന് മുൻപിൽ സംസാരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. പോത്തിഫേർ ആ ദൈവത്തിന്റെ അകമ്പടി നായകനായിരുന്നു. ഇന്നും ലോകത്തിൽ മനുഷ്യ ദൈവങ്ങളുണ്ട്. മനുഷ്യ ദൈവങ്ങളോട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നാമങ്ങളാണ്. ഇന്നാൾ ഡാഷ് സച്ച് ആൻഡ് സച്ച് നാമമാണ്, അത് ദൈവമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഈ ഈജിപ്തിൽ. റായ് എന്നും ലാമൺ എന്നും പേരിൽ അവിടെ ദൈവം ഉണ്ടായിരുന്നു, അതൊരു നാമമായിരുന്നു. ഇന്ന് ആ നാമമില്ല. ഇന്ന് ആ നാമത്തെ ആരും ആരാധിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഇറാന്റെ മണ്ണിൽ ഒരു മതമുണ്ടായിരുന്നു, അത് പേർഷ്യൻ മതമാണ്. ആ മതത്തിനൊരു നാമമുണ്ട്, അതിനൊരു മതഗ്രന്ഥമുണ്ട്. ആ മതഗ്രന്ഥത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് അഗ്രമസ്ത എന്നാണ്. ഭാരതത്തിലെ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ജെയിംസ് വാസക്ക് അറിയാം അഗ്രമസ്തയെ കുറിച്ച്? ഇല്ല. എന്നാൽ അഗ്രമസ്ത എന്നൊരു ദൈവമുണ്ട്, അതൊരു ദൈവമായിരുന്നു എന്ന് മനുഷ്യൻ വിശ്വസിച്ചു, ആരാധിച്ചു. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന് കണ്ടു. പക്ഷെ കാലങ്ങൾ പിന്നിട്ടപ്പോ ആ നാമം ആകാശത്തിന്റെ കീഴിൽ നിന്ന് അത് അപ്രത്യക്ഷമായി. ആ ദൈവത്തിന് പ്രവാചകന്മാരുണ്ടായിരുന്നു, പ്രവചിക്കുമായിരുന്നു. ബാൽ എന്നതൊരു നാമമായിരുന്നു, അതിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവിടെ യാഗങ്ങൾ നടക്കുമായിരുന്നു, കൈകൾ മുറിക്കുമായിരുന്നു, രക്തമൊലിപ്പിക്കുമായിരുന്നു, ബലിപീഠങ്ങൾ പണിയുമായിരുന്നു, ആരാധന നടത്തിയിരുന്നു. ഇന്നത്തെ സിറിയുടെ മണ്ണിൽ ആ നാമം ഇന്ന് സിറിയിലില്ല. അന്നാരും അവിടെ ബലിപീഠങ്ങൾ പണിയുന്നില്ല, അവിടെ ആരാധന നടത്തുന്നില്ല. ആ നാമം ഭൂമിയുടെ മണ്ണിൽ നിന്ന്, ആകാശത്തിന്റെ കീഴിൽ നിന്ന് ഡിസപ്പിയറായി. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഗ്രീക്കിൽ ഒരു ദേവനുണ്ട്, അതിന് സിയൂസ് ദേവൻ എന്ന് പേര് പറയും. ആ ദേവൻ ലോകത്തിലെ മനുഷ്യർക്ക് തീ കൊണ്ടുവന്നു, ഭൂമിയിൽ തീ കൊണ്ടുവന്നു. അല്പം കൂടെ അവര് വിശ്വസിക്കാൻ തുടങ്ങി. അറ്റ്ലസ് എന്ന ദേവൻ, അച്ചായൻ പണ്ട് അറ്റ്ലസിന്റെ സൈക്കിൾ ചവിട്ടിയിട്ടില്ലേ? ഉണ്ട്. അറ്റ്ലസ് എന്ന ദേവന്റെ ചിഹ്നത്തിന്റെ അകതിൽ അദ്ദേഹം ഒരു ഭൂമിയെ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. ഭൂമിയെ ചുമക്കുന്ന ദേവൻ, അദ്ദേഹം ദേവന്റെ പേര് അറ്റ്ലസ്. ഇന്ത്യയിലെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ഗ്രീക്കുകാർ അറ്റ്ലസ് ദേവനെ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ഗ്രീക്ക് രാജ്യത്തിൽ ആ നാമം ആരും ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നില്ല. ഈ 2026 ആ നാമം ഡിസപ്പിയറായി, ഇല്ലാതായി. ഇങ്ങനെ തെളിഞ്ഞും മറഞ്ഞും 17 മതങ്ങൾ ലോകത്തിലുണ്ട്. മാനുഷികമെങ്കിൽ അത് നശിച്ചു പോകും, അത് നിലനിൽക്കുകയില്ല. എന്ന് ദൈവികമെങ്കിലോ അത് നിലനിൽക്കും. ആർക്കും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. എന്താണ് ദൈവീകം എന്ന വിഷയത്തെ, മാനുഷികം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്താ മാനുഷികം? ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ നശ്വരമായ വീതികളിലൂടെ മനുഷ്യൻ പ്രയാണം ചെയ്യുകയാണ്. ഈ നശ്വര വീതിയിൽ അവന്റെ കണ്ണുകൾക്ക് ആനന്ദം തോന്നുന്ന, ഹൃദയങ്ങൾക്ക് ആനന്ദം നൽകുന്ന കഞ്ചാവും കള്ളും പാസ്റ്റർ പറഞ്ഞതെല്ലാം
വലിച്ച് ചിലുമ്പിയും വലിച്ചു കയറ്റി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ പല തെരുക്കോണുകളിൽ ഓടുന്ന മനുഷ്യൻ ഓടിയെത്തുന്നത് അവൻ കൂട്ടുകാരുടെ അടുക്കളല്ലേ? വീട്ടുകാരും സ്വന്തക്കാരും ഒരു കാലത്തെ പ്രിയമെന്ന് തോന്നുന്ന മാനുഷിക ബന്ധങ്ങൾ ഇത് ചെന്ന് അവസാനിക്കുന്നത് മരണത്തിന്റെ കെണിയിലല്ലേ? മാന്യമിത്രങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നാമമുണ്ടോ? ഭാര്യ എന്ന നാമത്തെ വിശ്വസിച്ച് ജീവിതത്തിന്റെ അവസാനത്തോളം പോകാൻ കെൽപ്പുള്ള ഒരു പുരുഷനുണ്ടോ? മരണം തീണ്ടുമ്പോ, തണുത്ത ശരീരത്തിനകത്ത് മരണത്തിന് അണുക്കൾ കയറുമ്പോ നിന്റെ കൂടെ വരാൻ ഭാര്യയ്ക്കാവില്ല, മക്കൾക്കാവില്ല, ലോകത്തിൽ ഒരുത്തനും ആകത്തില്ല. ആ സമയത്താണ് ജീവനുള്ള ഒരു ദൈവത്തിന്റെ നാമം മനുഷ്യൻ അറിയണം.